സംഭരണ വില പ്രശ്നങ്ങൾക്ക് പിന്നാലെ കർഷകർക്ക് വൈദ്യുതി ഷോക്കുമായി സംസ്ഥാന സർക്കാർ. കൃഷി ആവശ്യത്തിനായി സൗജന്യമായി അനുവദിച്ചിരുന്ന വൈദ്യുതിക്ക് ഫീസ് അടയ്ക്കാൻ KECB കർഷകർക്ക് നോട്ടീസ് അയച്ചു. കൃഷിവകുപ്പ് KECBക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതോടെയാണ് വില കർഷകരിൽ നിന്നും പിടിച്ചുവാങ്ങുവാൻ നീക്കം നടന്നത്. 186.53 കോടി രൂപയാണ് കൃഷിവകുപ്പ് KECBക്ക് നൽകുവാനുള്ളത്. സംസ്ഥാനത്ത് കൃഷി ആവശ്യത്തിനായി കർഷകന് സൗജന്യ വൈദ്യുതി അനുവദിച്ചിരുന്നു. കർഷകന് പകരം വൈദ്യുതിയുടെ തുക കൃഷിവകുപ്പാണ് KECBയിൽ നൽകിയിരുന്നത്. എന്നാൽ കൃഷിവകുപ്പ് പണമടയ്ക്കാതെ കുടിശ്ശിക പെരുകിയതോടെ തുക കർഷകരിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കാൻ വൈദ്യുതി വകുപ്പ് തീരുമാനിച്ചു. കൃഷിവകുപ്പ് നൽകേണ്ട 186.53 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് KECB കർഷകർക്ക് നേരിട്ട് നോട്ടീസ് അയച്ചു തുടങ്ങിയത്. പണമടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് കർഷകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. രണ്ട് വകുപ്പുകൾ തമ്മിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യത്തിന് കൃഷിക്കാരെ വലിച്ചിഴക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 158 കോടി ഉറുപ്പിക കുടിശ്ശിക വരുന്നത് പറഞ്ഞ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ ഉത്തരവാദിത്വം കൃഷി വകുപ്പിനാണ്. അവരങ്ങോട്ട് കൊടുക്കേണ്ട പണം കൊടുക്കുക തന്നെ വേണം. വൈദ്യുതി വകുപ്പ് ഒരു കാരണവശാലും കൃഷിക്കാരുടെ മേലിൽ കയറാൻ പാടില്ല. KECBയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 2,58,796 കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി നൽകുന്നുണ്ട്. കൂടുതൽ ഉപയോക്താക്കളുള്ള പാലക്കാട് ജില്ലയിൽ 50 കോടി രൂപയാണ് കുടിശ്ശിക. 25,000 രൂപ വരെയാണ് പല കർഷകരുടെയും കുടിശ്ശിക. നടപടി ഭയന്ന പണമടച്ച കർഷകരുമുണ്ട്. കർഷകരുടെ പ്രതിഷേധം ശക്തമായതോടെ ഫീസ് ഈടാക്കാനുള്ള നടപടിയിൽ നിന്ന് പിന്മാറാൻ വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി അറിയിച്ചു. ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.